എറണാകുളം പറവൂർ കോട്ടുവള്ളിയിൽ വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയ റിട്ടയർഡ് പോലീസുകാരനും ഭാര്യയ്ക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. മരിച്ച ആശയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പോലീസ് വ്യക്തമാക്കി. ജീവനൊടുക്കിയ ആശയും ബിന്ദുവും തമ്മിൽ നടത്തിയ പണമിടപാടിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് പറയുന്നു. വിവരങ്ങളുമായി അനിൽ ജോർജ് ചേരുന്നു. അനിൽ ജോർജ്, അങ്ങേയറ്റം സങ്കടകരമായ ഒരു വാർത്തയാണ് രാവിലെ കേട്ടത്. ഇങ്ങനെ ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്യുന്നു. അതിങ്ങനെ അവരുടെ ബന്ധുക്കൾ പറയുന്നത് വാങ്ങിയ തുകയേക്കാൾ ഇരട്ടിയോളം തുക തിരിച്ചു കൊടുത്താണ്, എന്നിട്ടും അവർ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു എന്നാണ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഇപ്പോഴും ഇവർ ഒളിവിലാണോ, ഈ പോലീസുകാരനും ഭാര്യയും? സനീഷ്, മരിച്ച ആശയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ഇവിടെ പറവൂർ ആശുപത്രിയിൽ പൂർത്തിയായി. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് പേർ ആരോപണ വിധേയരാണ്. ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപ്, അയാളുടെ ഭാര്യ ബിന്ദു എന്നിവരാണ്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കും എന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ ഇവരെ ഉടൻ കസ്റ്റഡിയിലെടുക്കില്ല. ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ബാക്കി നടപടികളിലേക്ക് കടക്കൂ എന്നും പോലീസ് പറയുന്നു. ഇരുവരും ഒളിവിലാണ് എന്നാണ് പോലീസ് അറിയിക്കുകയും ചെയ്യുന്നത്. ഇവർ തമ്മിൽ നടത്തിയ, അതായത് മരിച്ച ആശയും ബിന്ദുവും തമ്മിൽ നടത്തിയ ലക്ഷങ്ങളുടെ പണമിടപാടിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനുള്ള സോഴ്സ്, ഇത്രയധികം ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്താനുള്ള സോഴ്സ് ബിന്ദുവിന് എവിടെ നിന്ന് ലഭിച്ചു എന്നത് സംബന്ധിച്ച വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നും പോലീസ് പറയുന്നു. ഈ ബിന്ദുവിൻ്റെ ഭർത്താവായ പ്രദീപ് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. വിവാദത്തിൽ പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ വരാപ്പുഴ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേസിൽ, കൈക്കൂലി വാങ്ങിയ കേസിൽ ഇയാൾ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിട്ടിട്ടുണ്ട്. തന്നെയല്ല, അതുമായി ബന്ധപ്പെട്ട കേസിൽ ഇയാൾ പ്രതിയുമാണ്. ആ കേസ് നിലനിൽക്കുന്നതിനാൽ ഇയാളുടെ സർവീസ് ആനുകൂല്യങ്ങൾ, വിരമിച്ചതിൽ സർവീസ് ആനുകൂല്യങ്ങൾ അടക്കം ലഭിച്ചിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഇയാൾക്ക് വലിയ വീട് വെക്കാനും ഇത്തരം വട്ടിപ്പലിശയ്ക്ക് പണം നൽകാനുമുള്ള പണം ലഭിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്നും പോലീസ് പറയുന്നു. ഇത്തരത്തിൽ ഈ സാമ്പത്തിക ഇടപാടിൽ പക്ഷേ യാതൊരു തരത്തിലുമുള്ള രേഖകളില്ല. അതായത് വാങ്ങിയ പണത്തിനോ കൊടുത്ത പണത്തിനോ ഒരു കൃത്യമായ രേഖയില്ല. അതിനാൽ എത്ര രൂപ വാങ്ങി, എത്ര രൂപ കൊടുത്തു, എപ്പോഴൊക്കെ കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ തോതിൽ അവ്യക്തതയുണ്ട്. ഈ കാര്യത്തിലായിരുന്നു അന്ന് പരാതിയുമായി, അതായത് 11-ാം തീയതി ഇവർ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് ആശ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. തുടർന്ന് വീട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്നാണ് വീട്ടുകാർക്ക് ഈ വലിയ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായത് എന്ന് വീട്ടുകാർ പറയുന്നു. തുടർന്ന് ഇവർ വീട് വിറ്റിട്ടാണെങ്കിലും ഈ ബാധ്യത വീട്ടാം എന്ന നിലപാടിലേക്ക് എത്തി. പക്ഷേ ഈ പലപ്പോഴായി ഈ 10 ലക്ഷം വാങ്ങിയിട്ട് അതിന് ഏതാണ്ട് 30 ലക്ഷം രൂപയോളം മടക്കി കൊടുത്തു എന്ന് ആശയുടെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. ഇതിനുവേണ്ടി പലയിടങ്ങളിൽ നിന്നും ആശ വീണ്ടും കൂടുതൽ പണം വാങ്ങിയിട്ടുണ്ട്. അതായത് ഒരു വലിയ തുകയുടെ സാമ്പത്തിക ബാധ്യതയിലേക്ക് ആശ എത്തുകയും ചെയ്തു. ഇതിനിടെ ആശയുടെ മകളുടെ വിവാഹം ഉറപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. ഇതെല്ലാം സമ്മർദ്ദത്തിന് വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തിയോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 11-ാം തീയതി ഭീഷണിപ്പെടുത്തി തുടർന്ന് ആശ ആത്മഹത്യക്ക് ശ്രമിച്ചു. തുടർന്ന് ഇവർ SP-ക്ക് പരാതി നൽകി. SP അത് പറവൂർ പോലീസ് സ്റ്റേഷനിലെത്താൻ ഇവരോട് ആവശ്യപ്പെട്ടു. രണ്ടു കൂട്ടരും അവിടെ എത്തി. അവിടെ വെച്ച് വീണ്ടും ഈ ബിന്ദു ആശയെ ഭീഷണിപ്പെടുത്തി. തുടർന്ന് വീട്ടിലേക്ക് പോയതിന് ശേഷം ഈ ആത്മഹത്യ ചെയ്തതിൻ്റെ തലേദിവസം രാത്രിയും ഇവർ വീട്ടിലെത്തി ആശയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി എന്നാണ് കുടുംബം വീണ്ടും പരാതിയിൽ പറയുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് കുടുംബം ഉള്ളത്. ശരി, മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് അവർ ആലോചിക്കുന്നത്.